ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു. ഈ വർത്തമാനം കേട്ടപ്പോൾ നെഹമ്യാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു, ഉപവസിച്ചു. അതിനുശേഷം അവനും മുപ്പന്മാരും ഒക്കെയും കൂടെ ഒരു തീരുമാനമെടുത്തു, ഞങ്ങൾ ഈ യെരുശലേമിൻ്റെ മതിലിനെ അല്ലെങ്കിൽ വാതിൽ പണിയും എന്നുള്ളത് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ആട്ടിൻ വാതിൽ പണിതു. ഇന്ന് നമുക്ക് രണ്ടാമത്തെ വാതിലായ മീൻ വാതിൽ പണിയുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നെഹമ്യാവ് 3:3 വാക്യം. മീൻ വാതിൽ ഹസനേക്കാർ പണിതു, അവർ അതിൻ്റെ പടികൾ വെച്ചു, കതകും ഓടാമ്പലും അന്താഴം ഉണക്കി. അവർ വെറുതെ പണി തീർക്കുകയല്ല, അവർ ഓടാമ്പലും അന്താഴം ഇണക്കി. അവർ ഭദ്രമായിട്ട് ആ മതിൽ പണിതു, അതിൻ്റെ വാതിലുകൾ ഉറപ്പിച്ചു. ആ മതിൽ അത് പൊളിഞ്ഞു കിടക്കുന്നതാണ്. ഇനി അത് പെട്ടെന്ന് ആ വാതിൽ അറ്റാക്ക് ചെയ്ത് ആ വാതിൽ തുറന്ന് അകത്ത് ആൾക്കാർ കയറാതിരിക്കാൻ അതിനെ ഭദ്രമായിട്ട് അവർ ആ വാതിൽ പണിതു. വാതിൽ കൂടിയാണ് അകത്ത് ശത്രു പ്രവേശിക്കുന്നത്. അപ്പോൾ ശത്രു പ്രവേശിക്കാതിരിക്കണമെങ്കിൽ വാതിലുകൾ അടഞ്ഞിരിക്കണം. നമ്മളുടെ വാതിലുകൾ അടഞ്ഞിട്ടില്ല എങ്കിൽ അതിൽ കൂടെ ശത്രു പ്രവേശിക്കുകയും നാം തോൽക്കുവാനും ഇടയായിട്ട് തീരും. അപ്പോൾ മീൻ വാതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യം. അവൻ ഗലീലക്കടർത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നു കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. അവർ പണ്ട് മീൻ പിടിക്കുന്നവരായിരുന്നു. മീൻ പിടിച്ചാണ് അവരുടെ ഉപജീവനം അവർ കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് അവരുടെ പ്രൊഫഷൻ അങ്ങ് മാറ്റി, അവരുടെ ദൗത്യം മാറ്റി, അതെല്ലാം മാറ്റിയിട്ട് കർത്താവ് അവരോട് പറയാണ്, നിങ്ങൾ ഇനി മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നമ്മളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഈ ഇവരോടുള്ള ബന്ധത്തിൽ അതിനു വേണ്ടിയാണ് അവരെ രക്ഷിച്ച് വേർതിരിച്ചെന്ന് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് 1 പത്രോസ് 2:9 വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് എൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവുന്നു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, നമ്മൾ അന്ധകാരത്തിലായിരുന്നു, യാതൊരു രീതിയിലും രക്ഷപ്പെടുവാൻ അർഹതയില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ വിളിച്ച് വേർതിരിച്ചു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ ആക്കി. എന്നാൽ അതിനൊരു പർപ്പസ് ഉണ്ട്. വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പിക്കുവാൻ ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ അനേക വർഷങ്ങൾ കടന്നുപോയി. ചിലരുടെ 30 കഴിഞ്ഞു, ചിലരുടെ 40 വർഷങ്ങൾ, 50, 60, 70 ഇങ്ങനെ അനേക വർഷങ്ങൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കടന്നുപോയി. കഴിഞ്ഞ കാലങ്ങളിൽ എത്ര മനുഷ്യരെ നമുക്ക് പിടിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കാം. എത്ര പേരോട് സുവിശേഷം പറയുവാൻ സാധിച്ചിട്ടുണ്ട്, എത്ര ട്രാക്റ്റ് കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വരുന്നവരോട്, നമ്മുടെ ആൾക്കാരോട് കർത്താവിനെക്കുറിച്ച് പറയുവാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ മീൻവാതിൽ ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുകയാണ്. അത് ഉറപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് വാതിൽ തുറന്നു കിടക്കുകയാണ്. ആ വാതിൽ തുറന്നു കിടന്നാൽ സാത്താൻ ആ വാതിൽ കൂടെ കടന്ന് അവിടെ ഇരിക്കുകയും അവനൊരിക്കലും നമ്മെക്കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യുവാൻ അനുവദിക്കുകയില്ല. സാത്താൻ്റെ കൺട്രോളിലാണ് ആ വാതിലെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അല്ല, കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ വാതിൽ അടഞ്ഞ് നമ്മൾ ഭദ്രമായിട്ട് അതിനെ സൂക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ക്വീൻ വിക്ടോറിയ രാജ്ഞി രക്ഷിക്കപ്പെട്ടു. അനേകം നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർ രക്ഷിക്കപ്പെട്ടത്. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവർ ഒരു കാര്യം മനസ്സിലാക്കി, അവരുടെ കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ. അതുകൊണ്ട് അവരുടെ കയ്യിൽ വിവിധ തരത്തിലുള്ള ട്രാക്റ്റുകൾ, ബുക്ക്ലെറ്റ് അവരുടെ പേഴ്സിലുണ്ടായിരുന്നു. അവർക്ക് എന്തെല്ലാം സാധനങ്ങൾ അവരുടെ പേഴ്സിൽ കൊണ്ടു നടക്കേണ്ടത് ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളുടെയൊക്കെ പേഴ്സുകളിൽ നോക്കിയാൽ നമ്മളെ തന്നെ സൗന്ദര്യമുള്ളവരാക്കുവാൻ വേണ്ടി ഉള്ള സാമഗ്രികളായിരിക്കും നമ്മുടെ പേഴ്സിലിരിക്കുന്നത്. എന്നാൽ വിക്ടോറിയ രാജ്ഞിയുടെ പേഴ്സിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ട്രാക്റ്റുകളും ബുക്ക്ലെറ്റുകളുമായിരുന്നു എന്നുള്ളത്
ചരിത്രം പറയുന്നു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ അവരെക്കാളും വലിയതല്ല. നമ്മുടെ ജീവിതത്തിൽ ഈ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നമ്മളെ തിരഞ്ഞെടുപ്പതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മീൻവാതിൽ ഭദ്രമാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾക്കൊരു സ്ത്രീ രത്നത്തെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. അവൾ നല്ലവളൊന്നും ആയിരുന്നില്ല. അവളെക്കുറിച്ച് പറയുന്നത്, അവൾക്ക് എനിക്ക് ഭർത്താവില്ല എന്ന് അവൾ പറഞ്ഞതിന് 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ. അത്രയ്ക്ക് ഹീനമായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു സമരിയ സ്ത്രീ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അവൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു. അവനാണ് സത്യ ദൈവം എന്നുള്ളത് മനസ്സിലാക്കി അവനെ നമസ്കരിക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞ് കർത്താവളോട് സംസാരിച്ചു. അതിനുശേഷം അവൾ ചെയ്യുന്നത്, അതിൻ്റെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് കാണുന്ന, അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട്, ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ വന്ന് കാണുമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. അതിനുശേഷം 39-ാം വാക്യത്തിൽ കാണുന്നത്, ഞാൻ ചെയ്തൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല സമര്യരും അവനിൽ വിശ്വസിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണത്. 39, ഞാൻ ചെയ്തൊക്കെ അവൻ എന്നോട് പറഞ്ഞു എന്ന സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം. അതെ, അവളുടെ രക്ഷകനെക്കുറിച്ച് ഘോഷിച്ചു, സൽഗുണങ്ങളെ ഘോഷിച്ചു. അവൾ രക്ഷിക്കപ്പെട്ടു. അവൾ ഹീനമായിട്ടൊരു സ്ത്രീയായിരുന്നു. അവൾക്ക് രക്ഷിക്കപ്പെടുവാനുള്ള യാതൊരു അർഹതയുമില്ലായിരുന്നു. അന്ധകാരത്തിൽ നിന്നാണ് നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്കാണ്. എന്നാൽ നാമും അന്ധകാരത്തിൽ തന്നെയായിരുന്നു. അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചു വേർതിരിച്ചു. അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടിയും ആ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടിയാണ്. ആ പട്ടണത്തിലുള്ള അങ്ങനെ സമര്യർ അവൻ്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. അവിടെ ഏറ്റവും അധികം പേർ, ആ പട്ടണത്തിലെ പല സമര്യരും അവനിൽ വിശ്വസിച്ചു. അതിന് കാരണമായിട്ട് തീർന്നത് ആ പാവപ്പെട്ട സ്ത്രീയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, അവളുടെ മീൻവാതിൽ അവൾ ഭദ്രമായിട്ട് സൂക്ഷിച്ചു. രക്ഷിക്കപ്പെട്ട നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ മീൻവാതിൽ അവൾ പണിതുറപ്പിച്ചു. അതിൻ്റെ കഥകളും ഇത് എല്ലാം ഇട്ട് അവൾ പണിതു. അവളുടെ വാതിൽ വളരെ ഭദ്രമായിരുന്നു. നമ്മെ കർത്താവ് രക്ഷിച്ചിട്ട് അനേക വർഷങ്ങളായി കാണുന്നു. നമ്മുടെ ഈ മീൻവാതിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കാം. അത് തുറന്നു കിടക്കുകയാണെങ്കിൽ സാത്താനാണ് അവിടെ ഇരിക്കുന്നത്. സാത്താനാണ് നമ്മളെ അനുവദിക്കാത്തതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വാതിൽ പണിയുവാൻ, ആ വാതിൽ പണിത് ഭദ്രമാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.